ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. ജയ രാധ മാധവ ജയ കുഞ്ച വിഹാരി. ജയ രാധ മാധവ ജയ കുഞ്ച വിഹാരി. ജയ ഗോപിജന വല്ലഭ ജയ ഗിരിവരധാരി. ജയ യശോദാനന്ദന വ്രജ ജനരഞ്ജന. ജയ യശോദാനന്ദന വ്രജ ജനരഞ്ജന. യമുനാതീരാവനചാരി യമുനാതീരാവനചാരി. ജയ രാധ മാധവ ജയ കുഞ്ച വിഹാരി. ജയ ഗോപിജന വല്ലഭ ജയ ഗിരിവരധാരി. ജയ യശോദാനന്ദന വ്രജ ജനരഞ്ജന. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ജയ കൃഷ്ണ ബലറാം ജയ കൃഷ്ണ ബലറാം ജയ കൃഷ്ണ ബലറാം. ജയ ജഗദ്ഗുരു ജയ ജഗദ്ഗുരു ജയ ജഗദ്ഗുരു. ജയ ജയ പ്രഭുപാദ് ജയ ജയ പ്രഭുപാദ് ജയ ജയ പ്രഭുപാദ്. നമോ ഓം വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ മഹാവിഷ്ണുഗോസ്വാമി നാമേ. നമോ ഓം വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനേ നാമേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരിണി. അനന്തകോടി വൈഷ്ണവ വൃന്ദ കീ ജയ്. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. ഹരേ കൃഷ്ണ. ഇന്നത്തെ ശ്ലോകം സ്കന്ധം 1 അധ്യായം 3. കൃഷ്ണൻ സർവാവതാരങ്ങളുടെയും സ്രോതസ്. ശ്ലോകം നമ്പർ 33. ശ്ലോകം വായിക്കാം. യത്രേ മേ സദസദ്രൂപേ പ്രതിഷിദ്ധേ സ്വസംവിദ അവിദ്യാത്മനി കൃതേ ഇതി തൽ ബ്രഹ്മദർശനം. യത്രേ മേ സദസദ്രൂപേ പ്രതിഷിദ്ധേ സ്വസംവിദ അവിദ്യാത്മനി കൃതേ ഇതി തൽ ബ്രഹ്മദർശനം. യത്രേ മേ സദസദ്രൂപേ പ്രതിഷിദ്ധേ സ്വസംവിദ അവിദ്യാത്മനി കൃതേ ഇതി തൽ ബ്രഹ്മദർശനം. നിന്റെ വൈഫ് എപ്പോഴാണ് കയറുന്നത്? എത്ര എപ്പോഴൊക്കെ ഇമേ ഇവയിലെല്ലാം സത് അസത് സ്ഥൂലവും സൂക്ഷ്മവുമായ രൂപേ രൂപങ്ങളിൽ പ്രതിഷിദ്ധേ ശൂന്യമാക്കി തീർക്കുക. സ്വസംവിദ ആത്മസാക്ഷാത്കാരത്താൽ അവിദ്യയാൽ ആത്മാനി സാക്ഷാത്കാരത്താൽ കൃതേ നിവേശിപ്പിച്ചു. അതാകുന്നു ബ്രഹ്മദർശനം. സത്യത്തെ ദർശിക്കുക എന്ന പ്രക്രിയ. ശില പ്രഭുപാദജി കി ജയ്. വിവർത്തനം ഭാവാർത്ഥം. വിവർത്തനം ശരിയാക്കിയെങ്കിൽ എനിക്കിവിടുന്ന് പോകാൻ പറ്റും.
ഇനി ഇനി വിളിച്ച് കേൾക്കാത്തത് വിളിച്ചില്ല, ഇന്നും വിളിക്കാന്ന് പറഞ്ഞേക്കില്ല. ഇന്നലെ അവൻ മരിപ്പായതുകൊണ്ട് രാത്രിയൊക്കെ തൂങ്ങി ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ ബ്രോസ്, മ്യൂട്ട് ചെയ്യണേ. ഹരേ കൃഷ്ണ. വിവർത്തനം. എപ്പോൾ ഒരാൾ ആത്മസാക്ഷാത്കാരത്താൽ സൂക്ഷ്മവും സ്ഥൂലവുമായ ശരീരത്തിന് പരിശുദ്ധാത്മാവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് ഗ്രഹിക്കുന്നുവോ അപ്പോൾ അയാൾ ഭഗവാനെയും അതുപോലെ തന്നെയും ദർശിക്കുന്നു. ഭാവാർത്ഥം: ആത്മസാക്ഷാത്കാരവും പ്രാപഞ്ചിക മായയും തമ്മിലുള്ള വ്യത്യാസം ആത്മാവിന്റെ ബാഹ്യരൂപത്തിലുള്ള സൂക്ഷ്മവും സ്ഥൂലവുമായ ആകാരത്തിലുള്ള ഭൗതിക ശക്തിയുടെ താൽക്കാലിക അഥവാ മിഥ്യാവഞ്ചനയെ അറിയുകയാണ്. അജ്ഞത ഹേതുവാകയാലാണ് ആവരണം സംഭവ്യമാകുന്നത്. അവിധമുള്ള ആവരണങ്ങൾ പരമദിവ്യോത്ത പുരുഷനിൽ ഒരിക്കലും ദൃശ്യമല്ല. ഇതിനെ നിരപേക്ഷമായി ഗ്രഹിക്കുന്നതിനെ മുക്തി അഥവാ നിരപേക്ഷ സത്യദർശനം എന്ന് വിശേഷിപ്പിക്കുന്നു. പരിപൂർണമായ ആത്മസാക്ഷാത്കാരം ദൈവികമായ അഥവാ ആത്മീയ ജീവിതം അനുവർത്തിക്കുന്നത് വഴി സാധ്യമാണെന്ന് ഇത് അർത്ഥമാക്കുന്നു. സൂക്ഷ്മവും സ്ഥൂലവുമായ ശരീരങ്ങളുടെ ആവശ്യകതകളോട് ഉദാസീനത കാട്ടുകയും അതേസമയം ആത്മാവിന്റെ പ്രവർത്തനങ്ങളെ ഗൗരവമായി സമീപിക്കുകയും ചെയ്യുകയാണ് ആത്മസാക്ഷാത്കാരം കൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രവർത്തനങ്ങൾക്കുള്ള പ്രചോദനം ആത്മാവിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. എന്നാൽ അവിധ പ്രവർത്തനങ്ങൾ ആത്മാവിന്റെ യഥാർത്ഥ അവസ്ഥയുടെ അജ്ഞാത ഹേതുവാകയാൽ മായികമായി തീരുന്നു. അവിദ്യയാൽ സ്വതാൽപര്യങ്ങളെ സ്ഥൂലവും സൂക്ഷ്മമായ ശരീരങ്ങളാൽ കണക്കാക്കുന്നു. ആകയാൽ ജന്മജന്മാന്തരങ്ങളായുള്ള സമ്പൂർണ്ണ പ്രവർത്തന പദ്ധതികളിലും ഉപയോഗശൂന്യമായി തീരുന്നു. എങ്കിലും എപ്പോൾ ഒരാൾ ഉചിത സംസ്കാരത്തോടെ ആത്മാവിനെ ദർശിക്കുന്നുവോ അപ്പോൾ ആത്മാവിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു. ആകയാൽ ആത്മാവിന്റെ പ്രവർത്തനങ്ങൾ വ്യാപൃതനായ ഒരാളെ ജീവൻ മുക്ത അഥവാ ബദ്ധാവസ്ഥയിലും സ്വതന്ത്രനായ വ്യക്തി എന്ന് വിശേഷിപ്പിക്കുന്നു. കൃത്രിമ മാർഗത്തിലൂടെ ആത്മസാക്ഷാത്കാരത്തിന്റെ പരിപൂർണ അവസ്ഥ പ്രാപ്തമാക്കുക സാധ്യമല്ല. എന്നാൽ നിത്യ അതീന്ദ്രിയ അവസ്ഥയിലുള്ള ഭഗവത് പദാമ്പുജങ്ങളെ പ്രാപിക്കുന്നതിലൂടെ അത് അനായാസേന സാധ്യമാകുന്നു. ഭഗവാൻ ഏവരുടെയും ഹൃദയത്തിൽ വസിക്കുന്നുവെന്നും അദ്ദേഹത്തിൽ നിന്നും സർവവിജ്ഞാനവും സ്മൃതിയും വിസ്മൃതിയും സംഭവിക്കുന്നുവെന്നും ഭഗവത്ഗീതയിൽ സ്വയം ഭഗവാൻ ഉദ്ഘോഷിക്കുന്നു. എപ്പോൾ ജീവാത്മാവ് ഭൗതിക ശക്തിയെ ആസ്വദിക്കാൻ കാംക്ഷിക്കുന്നുവോ അപ്പോൾ ഭഗവാൻ ജീവാത്മാക്കളെ വിസ്മൃതാവസ്ഥ എന്ന ഗൂഢതത്വത്താൽ ആവരണം ചെയ്യുന്നു. അങ്ങനെ ജീവാത്മാക്കൾ സ്ഥൂല ശരീരത്തെയും സൂക്ഷ്മ മനസ്സിനെയും സ്വന്തം ആത്മാവായി തെറ്റായി വ്യാഖ്യാനിക്കുന്നു. എന്നാൽ അതീന്ദ്രിയ വിജ്ഞാന സംസ്കാരത്താൽ എപ്പോൾ ജീവാത്മാക്കൾ വിസ്മൃതാവസ്ഥയുടെ കുരുക്കിൽ നിന്നും മോചിതമാകാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുവോ അപ്പോൾ ഭഗവാൻ അദ്ദേഹത്തിന്റെ അഹൈതുകമായ കാരുണ്യത്താൽ ജീവാത്മാക്കളുടെ മായ തിരശീലയെ നീക്കം ചെയ്യുന്നു. അപ്രകാരം അവൻ ആത്മാവിനെ സാക്ഷാത്കരിക്കുന്നു. അനന്തരം അവൻ തന്റെ ശാശ്വതമായ വ്യവസ്ഥാപിത അവസ്ഥയിൽ നിവിഷ്ടനായി സ്വയം ഭഗവത് സേവനത്തിൽ നിരതനായിക്കൊണ്ട് ബദ്ധജീവിതത്തിൽ നിന്ന് സ്വതന്ത്രനായിത്തീരുന്നു. ഇവയെല്ലാം തന്നെ ഭഗവാന്റെ ഭാഗ്യശക്തിയാലോ അഥവാ പ്രത്യക്ഷമായ ആന്തരിക ശക്തിയാലോ ഭഗവാൻ സ്വയം നിർവഹിക്കപ്പെടും. ഹരേ കൃഷ്ണ. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഭ്യം ദദാതി സുഗതാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാൻ ച ശ്രീരൂപം സകൃജാതം സഹഗണ രഘുനാഥാന്യതം തം സജീവ സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീ രാധാകൃഷ്ണപാദാൻ സഹഗണ ശ്രീ വിശാഖാന്യതാൻച. ഹേ കൃഷ്ണ കരുണാസിന്ധു ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ.
जय श्री कृष्ण चैतन्य प्रभु नित्यानंदा श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंदा। हरे कृष्णा कृष्ण कृष्णा हरे हरे, हरे राम 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 हरे हरे। ഹരേ കൃഷ്ണ. എല്ലാവർക്കും കേൾക്കാവോ? കേൾക്കാം പ്രഭു, കേൾക്കാം. ഈ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ആത്മസാക്ഷാത്കാരത്തെ പറ്റിയാണ്. എങ്ങനെ ആത്മസാക്ഷാത്കാരം എങ്ങനെ നേടാം, അതിനെപ്പറ്റിയാണ് വിവരിക്കുന്നത് ഈ ശ്ലോകത്തിൽ മൊത്തം. അപ്പൊ നമ്മുടെ മിക്കവാറും എല്ലാവരും തന്നെ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തോട് വന്നതിന് ശേഷമായിരിക്കും ഇത് നമ്മുടെ ഈ കാണുന്നത് നമ്മുടെ ശരീരം നമ്മളല്ല, ആത്മാവാണ് നമ്മളെന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇത് ഒരു ആചാര്യന് ഇതിന്റെ ഒരു ചെറിയ വിശദീകരണം നടക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. എല്ലാ സമയത്തും പ്രഭുപാദർജി പറയുമായിരുന്നു, ഞാൻ ആത്മാവല്ല, ഞാൻ ശരീരമല്ല, ആത്മാവാണ്. അപ്പൊ ഇത് നിരവധി ആളുകൾ ഇങ്ങനെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായിട്ടുള്ള കേട്ടുകൊണ്ടേയിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലെല്ലാം ഇങ്ങനെ ഞാൻ ശരീരമല്ല, ആത്മാവാണെന്ന് പ്രഭുപാദർജി പറയുമായിരുന്നു. അപ്പൊ അത് കേട്ടുകൊണ്ടിരുന്നതിനകത്ത് ഒരു വ്യക്തി പറഞ്ഞു, പിന്നീട് അദ്ദേഹം പറയുന്നതാണ്, ഞാൻ ശരീരമാണ്, പ്രഭുപാദർജി ആത്മാവാണെന്ന് പറയുന്നു. അല്ലെ, പ്രഭുപാദർജി ആത്മാവാണെന്ന് പറയുന്നു, പക്ഷെ ഞാൻ ശരീരമാണെന്ന് പറയുന്നു. അപ്പൊ അന്ന് മനസ്സിലാക്കിക്കൊണ്ടിരുന്ന ഇങ്ങനെയാണ് എല്ലാം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത് തന്നെയാണ്. നമ്മളെന്ന് പറയുന്നത് ഈ ശരീരം, അതായത് മറ്റൊന്നുമല്ല, ഈ ശരീരം തന്നെയാണ്. എന്നാൽ പ്രഭുപാദർജി നമുക്ക് ഇതിനെപ്പറ്റിയുള്ള വിശദീകരണം അദ്ദേഹം പറഞ്ഞു തന്നു. ഞാനെന്ന് പറയുന്നത് ഒരു ശരീരമല്ല, ഒരു ആത്മാവാണ് എന്ന്. അപ്പൊ ഇത് അങ്ങനെ ഒരു അന്നത്തെ കാലം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്ന വ്യവസ്ഥയെപ്പറ്റി ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഓരോരുത്തർ അടുത്ത കാര്യം പറഞ്ഞ് അതിനെപ്പറ്റി പറഞ്ഞ. പിന്നീടാണ് അദ്ദേഹം ആത്മാവിനെ പറ്റിയും ആത്മാവിന്റെ എങ്ങനെ ആത്മാവിനെ സാക്ഷാത്കരിക്കാമെന്നൊക്കെ ഉള്ളത് പറയാൻ തുടങ്ങി. അപ്പൊ ഇതെങ്ങനെയാന്ന് വെച്ചാൽ, നമ്മുടെ ആത്മാക്കൾ പല ആത്മാക്കളിൽ ഒരു വിഭാഗം ചിലപ്പോ ഭൂലോക ബന്ധാവനത്തിലോട്ട് പോകും, അല്ലെങ്കിൽ പല ഭഗവാൻ ധാമത്തിലേക്ക് പോകും. മറ്റു ചിലരൊക്കെ അവരുടെ മുൻ പ്രവൃത്തി അനുസരിച്ചിട്ട് അവർ ഭൗതിക ലോകത്തേക്ക് എത്തിച്ചേരുന്നു. ഇന്ന് നമ്മളൊക്കെ ഭൗതിക ലോകത്തിലെത്തിയവരാണ്. അപ്പൊ ഈ ഭൗതിക ലോകത്തിലെത്തുന്നവര്, അതിനൊരു ഉദാഹരണം പറയുന്നത്, മുകളിൽ നിന്ന് മഴ പെയ്യുമ്പോൾ മഴത്തുള്ളികൾ താഴെ വീഴും. പക്ഷെ മേളിൽ നിന്ന് വരുന്ന മഴത്തുള്ളികളൊക്കെ തന്നെ പരിശുദ്ധമായിരിക്കും, അല്ലെങ്കിൽ അതിൽ അഴുക്കൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷേ അതേ താഴെ വന്നിട്ട് ഭൂമിയുമായി സമ്പർക്കം ഉണ്ടാകുമ്പോൾ അതില് ചെളിയും മണ്ണും ഒക്കെ അതിൽ കലരും. അങ്ങനെയാണ് ആ മഴത്തുള്ളികളൊക്കെ മോശമായിട്ട് മാറുന്നത്, അല്ലെ അത് ഉപയോഗശൂന്യം ആകുന്നത്. പിന്നീട് അത് നമുക്ക് ശുദ്ധീകരിച്ചൊക്കെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതേമാതിരിയാണ് നമ്മുടെ ആത്മാക്കള്. നമ്മുടെ ആത്മാക്കള് ഈ ഭൗതിക പ്രകൃതിയിൽ വരുന്ന സമയത്ത് അവിടെ മായ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അദ്ദേഹം അവരുടെ സംരക്ഷണയിലാണ്. മായ എന്ന് പറയുന്നത് ഭഗവാന്റെ ശക്തി തന്നെയാണ്. പക്ഷെ മായയുടെ ബന്ധനത്തിലാകപ്പെടുന്നു ആത്മാക്കൾ. നമ്മൾ ഇവിടെ വരുന്ന ഈ ഭൗതിക ലോകത്തിൽ എത്തിക്കഴിയുമ്പോൾ ആത്മാക്കൾക്ക് അവരുടെ സ്വയം രൂപം, അവരുടെ സ്വരൂപം മറഞ്ഞു പോകുന്നു. സ്വരൂപം എന്ന് പറയുന്നത് ജീവര സ്വരൂപ, കൃഷ്ണേര നിത്യദാസ. നമ്മുടെ സ്വരൂപം എന്ന് പറയുന്നത് ഭഗവാന്റെ ദാസന്മാരായി എന്നും ജീവിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ലക്ഷ്യം നമ്മൾ വിട്ടുപോകുന്നു. വിട്ടുപോയതിനു ശേഷം ഭൗതിക പ്രകൃതിയുടെ പ്രതിഗുണങ്ങളാൽ നമ്മുടെ ലക്ഷ്യം നമ്മുടെ സ്വരൂപത്തെ പറ്റി നമ്മൾ മറന്നു പോകുന്നതിനാൽ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു. അത് തന്നെയല്ല, നമ്മുടെ ഈ ഭൗതിക ഒരു ജയിലാണെന്ന് പറയുന്നത്. അപ്പൊ ആ ജയിലില് സൂക്ഷിപ്പുകാരിയുണ്ട് മായാദേവി. ആ മായാദേവി ആത്മാവിനെ കടന്ന് പിടിക്കുകയും ഈ ത്രിഗുണങ്ങളെ
പ്രകൃതിയുടെ ദുർഗുണങ്ങളിലൊക്കെ അദ്ദേഹം ആ ആത്മാവിനെ വരിഞ്ഞു മുറുക്കുകയും ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ആത്മാവിന്റെ സ്വയം രൂപത്തെ അവരുടെ സ്വയം പ്രവൃത്തി, എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എന്താണ് എൻ്റെ യഥാർത്ഥ ജോലി എന്നുള്ളത് മറന്നുപോയിട്ട് മായ നയിക്കുന്ന വഴിയിലേക്ക് ഇങ്ങനെ നടക്കാൻ തുടങ്ങും. അപ്പൊ ആകെപ്പാടെ വിഷ്ണുമായ എന്നാണ് പറയുന്നത് ആ മായാദേവിക്ക്. പക്ഷെ അത് ഈ വിഷ്ണുമായയും ഭഗവാന്റെ ശക്തി തന്നെയാണ്, ഭഗവാന്റെ ഭാഗ്യശക്തിക്കാണ് പറയുന്നത് ഈ മായാദേവി എന്ന് പറയുന്നത്. അപ്പൊ ആ മായാദേവിയുടെ സംരക്ഷണത്തിലായി കഴിയുമ്പോൾ മായയിൽ നിന്ന്, ഈ ഭൗതിക ലോകത്തിൽ നിന്ന് വിട്ടുപോകാൻ മായാദേവി അനുവദിക്കുന്നില്ല. അങ്ങനെ നമ്മൾ ആ മായയിൽ മുഴുകി ഇന്ദ്രിയ സംതൃപ്തനത്തിന് വേണ്ടി മാത്രം നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. നമ്മുടെ സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക, നമ്മുടെ വ്യക്തിയുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, വ്യക്തിപരമായ കാര്യം. അതായത് അവിടെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഒരു ശരീരം, ഒരു സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും നമുക്ക് കിട്ടും. ഇവിടെ നിന്ന് ആത്മാവിടെ എത്തിക്കഴിയുമ്പോൾ തന്നെ നമുക്ക് സ്വന്തം ആത്മാവായിട്ട് നടക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിന് സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും ഉടൻ തന്നെ ലഭിക്കും. അതായത് ആത്മാവിടെ വന്നതിന് ശേഷം ഏതെങ്കിലും ഒരു ശരീരത്തിൽ നമുക്ക് പ്രവേശിക്കാൻ പറ്റൂ. പ്രവേശിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ മുൻകാലങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ, മുൻ ജന്മങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ അനുസരിച്ച് നമ്മുടെ ഭഗവാൻ അനുവദിക്കുന്ന ശരീരം ചിലപ്പോൾ മനുഷ്യന്റെ ആകാം, ചിലപ്പോ മൃഗങ്ങളുടെ ആകാം, അങ്ങനെ ഏതു വിധത്തിലും ആകാം. ചെടികളെ 84 ലക്ഷം ജീവജാലങ്ങൾ നമ്മൾ ഈ ഭൗതിക ലോകത്തുള്ളതിൽ ഏതെങ്കിലും ഒരു ശരീരം നമുക്ക് കിട്ടാം. ഇപ്പൊ നമുക്ക് മനുഷ്യ ശരീരത്തെ തന്നെ നോക്കാം. ഒരു മനുഷ്യന്റെ ഒരു മനുഷ്യന്റെ ശരീരം എന്ന് പറഞ്ഞാൽ ഈ ആത്മാവിന് സഞ്ചരിക്കാനുള്ള ഒരു വാഹനമാണ് ഈ ശരീരം എന്ന് പറയുന്നത്. അപ്പൊ ആ ശരീരത്തിൽ നമ്മൾ പ്രവേശിക്കുകയും, പക്ഷെ നമുക്ക് ഈ മായയുടെ പ്രവർത്തനത്താൽ നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി നമ്മൾ ചെയ്യാൻ മറന്നു പോകുന്നു. അങ്ങനെ മറന്നുപോകുന്ന കാരണത്താൽ നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ മിത്രങ്ങൾ, നമ്മുടെ രാജ്യം, നമ്മുടെ എന്തൊക്കെയാണ് നമ്മുടെ മിത്രാദികള്, നമ്മുടെ കുട്ടികള്, നമ്മുടെ വീട്ടുകാര്യങ്ങള്, ഇതൊക്കെ മാത്രം നമുക്ക് ചിന്ത വരുന്നു. അപ്പൊ അങ്ങനെ ഈ മായൽ ബന്ധുവരായ നമ്മുടെ സുഖസൗകര്യത്തിന് വേണ്ടി, സുഖസൗകര്യം എന്ന് പറഞ്ഞാൽ ആത്മീയാനന്ദമല്ല, ഭൗതികമായിട്ട് സുഖസൗകര്യങ്ങൾ ഇവിടെ പ്രകൃതിയിൽ ഒരുപാട് ഐറ്റങ്ങളുണ്ട് നമ്മുടെ ഭൗതിക ലോകത്ത്. അങ്ങനെ അതിലോട്ട് ഭ്രമിക്കുന്നു. വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുക, പണങ്ങൾ ബാങ്ക് ഡിപ്പോസിറ്റ് കൂട്ടുക, അങ്ങനെ സിനിമ കാണുക, മറ്റ് നൃത്തങ്ങൾ കാണുക, ഇങ്ങനെയുള്ള പല പല സൗകര്യങ്ങൾ നമ്മുടെ ഈ ഭൂലോകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ യഥാർത്ഥ ഉദ്ദേശം, നമ്മുടെ ലക്ഷ്യം മറന്നുപോവുകയും ഭഗവാനുള്ള ആ പ്രീതി മറക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഭഗവാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ ഭൂലോകത്തെ എങ്ങനെ നമ്മൾ കഴിഞ്ഞുകൂടുന്നു എന്നുള്ളതും. പക്ഷേ മായാദേവിയുടെ ശിക്ഷണത്തിൽ, അല്ലെ മായാദേവിയുടെ നിയന്ത്രണത്തിലായതുകൊണ്ട് നമുക്ക് ഭൗതിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഈ ദൈവത്തിനെ പറ്റിയോ അല്ലെങ്കിൽ നമ്മുടെ സൃഷ്ടികർത്താവാരോ അങ്ങനൊന്നും നമ്മൾ ആ ചിന്തയൊക്കെ വിട്ടുപോകുന്നു. നമുക്ക് 2 വിധത്തിലുള്ള ശരീരങ്ങളുണ്ട് നമ്മളുടെ ഈ രൂപത്തിന്. ഒന്ന് സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും. സ്ഥൂല ശരീരം നമ്മളുടെ ജീവൻ പോകുന്ന സമയത്ത് തന്നെ സ്ഥൂല ശരീരം ഇവിടെ ഉപേക്ഷിക്കുന്നു. അതേസമയത്ത് സൂക്ഷ്മ ശരീരം, മനസ്സബുദ്ധി അഹങ്കാരം കൂടിയ സൂക്ഷ്മ ശരീരം ഈ ആത്മാവിന്റെ കൂടെ തന്നെ ഉള്ളതാണ്. അപ്പൊ ആത്മാവ് എവിടെ പോകുന്നോ അപ്പൊ ആത്മാവിന്റെ കൂടെ തന്നെ ഈ സൂക്ഷ്മ ശരീരങ്ങളും ഉണ്ടാവും. ഈ സൂക്ഷ്മ ശരീരത്തിന് മോക്ഷം കിട്ടിയില്ലെങ്കിൽ, അത് പരിവർത്തനം വന്നില്ലെങ്കിൽ, ആത്മസാക്ഷാത്കാരത്താൽ അതിനെ യഥാർത്ഥ നിലയിൽ നമുക്ക് എത്തിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഈ സൂക്ഷ്മ ശരീരവും ഈ ആത്മാവും ഇങ്ങനെ ഈ ഭൗതിക ലോകത്തിൽ അലിഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം വീണ്ടും വീണ്ടും അതിന് ശരീരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. അത് ഏക ശരീരം നമ്മൾ മുമ്പേ പറഞ്ഞ മാതിരി ഏതെങ്കിലും വിധത്തിലുള്ള ശരീരങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കും. അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഒരിക്കൽ ജനിക്കുക മരിക്കുക, ജനിക്കുക മരിക്കുക, ഇങ്ങനെ പറഞ്ഞ് ആ ശരീരവും ഈ ആത്മാവും സൂക്ഷ്മ ശരീരവും ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും.
അപ്പൊ അത് ഇങ്ങനെ പുതിയ പുതിയ ഓരോ ശരീരം കിട്ടും, അതിലിങ്ങനെ കയറിക്കൊണ്ടിരിക്കും, അതിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ഭൗതികമായിട്ടുള്ള രീതികളൊക്കെ ശ്രദ്ധിച്ച് കുടുംബം പുലർത്തുക, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ജോലികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഭഗവാൻ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഈ വ്യക്തികൾ എങ്ങനെയാണ് പോകുന്നത്? അത് ഭഗവാൻ നമ്മളെ വീക്ഷിച്ചിട്ടില്ല ഒരിക്കലും. ഈ ആത്മാക്കളെ ഭഗവാൻ ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ല. ഏതവസരത്തിലും അദ്ദേഹം ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ വഴിതെറ്റിപ്പോയ ആത്മാക്കൾക്ക് ഏതെങ്കിലും ഒരു അവസരത്തിൽ ഭഗവാന്റെ ദൃഷ്ടി പതിക്കും ആ ആത്മാക്കളിൽ. അങ്ങനെ നമ്മുടെ ആ ആത്മാവ് ശരീരത്തിലാണ് കയറിയിരിക്കുന്നത്. ആ ശരീരത്തിന്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ ജീവാത്മാവിനെ നേർവഴിക്ക് നയിക്കേണ്ട ചുമതല ഭഗവാൻ, അതായത് ഭഗവാന്റെ ഒരു ഉത്തരവാദിത്തമാണ്. ഭഗവാൻ എല്ലാവരുടെയും പിതാവ് എന്നുള്ള കണക്കിൽ, അല്ലെങ്കിൽ മുത്തച്ഛൻ എന്നുള്ള കണക്കിൽ അദ്ദേഹം എല്ലാം വഴിതെറ്റിപ്പിക്കൊണ്ടിരിക്കുന്ന സന്താനങ്ങളെയും നേരായി ആക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ചുമതല കൂടിയുണ്ട്. അങ്ങനെ ഭഗവാൻ ഈ വഴിതെറ്റിയ വഴിതെറ്റിയ ആത്മാക്കളുടെ ഭാഗത്തോട്ട് നോക്കും. അത് മറ്റേ നമ്മുടെ ഭഗവത്ഗീതയിലെല്ലാം കഴിക്കുന്നുണ്ടല്ലോ, രണ്ട് പക്ഷികൾ ഒരേ മരത്തിലിരിക്കുന്നവർക്കും അതേമാതിരി ഒരു സമയത്ത് ഭഗവാന്റെ ദൃഷ്ടി ഈ ആത്മാവിൽ പതിയുന്നു, ഈ ശരീരത്തിൽ പതിയുന്നു. അപ്പൊ അങ്ങനെ ആ പതിയുമ്പോ അദ്ദേഹം ഒരു ചെറിയ കടാക്ഷം, ഒരു അനുഗ്രഹം, ഭഗവാന്റെ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭൗതിക ലോകത്തിൽ നിന്നും മാറിയാൻ പറ്റൂ. ഈ മായയുടെ പിടിയിൽ നിന്നും നമുക്ക് മാറിയെങ്കിൽ മാത്രമേ ഭഗവാനെ പറ്റി ചിന്തിക്കാൻ പറ്റൂ. ഭഗവാനിന് ചിന്ത ഉണ്ടാകണമെങ്കിൽ തന്നെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കണം. അതിപ്പോ നമുക്ക് എന്തോ ചെയ്താലും ശരി, നമുക്ക് ഈ ഭാഗവതം പഠിക്കുന്നതിനാലും ശരി, നമുക്ക് എന്തോ ഒരു പ്രവൃത്തി ചെയ്തെങ്കിലും ശരി, ഭഗവാന്റെ കടാക്ഷം ഇല്ലാതെ, അല്ലാതെ കടാക്ഷം എന്ന് പറഞ്ഞാൽ അനുഗ്രഹമില്ലാതെ ഒന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഭഗവാന്റെ ഒരു അനുഗ്രഹം ഈ ആത്മാവ് അല്ലെ ആ ശരീരത്തിൽ ജീവിക്ക് കിട്ടുമ്പോൾ, ആ ആത്മാവ് വസിക്കുന്ന ശരീരത്തിന് കിട്ടുമ്പോൾ ആ ആത്മാവ് ഭഗവാനെ പറ്റി ചിന്തിക്കുന്നു, ഭഗവാനെ പറ്റി ഒരു ഓർമ്മ അദ്ദേഹത്തിനുണ്ടാകുന്നു. അപ്പൊ ആ ഓർമ്മ വരുമ്പോൾ ഭഗവാന്റെ കാര്യം, ഞാൻ എൻ്റെ സ്വരൂപം എന്താണെന്നും അതിനെപ്പറ്റി ഞാൻ എന്തായിരുന്നു ചെയ്യേണ്ടതെന്നും ഞാൻ ഇത്ര വിധം വഴിതെറ്റിപ്പോയി എന്നുള്ളതും ഒക്കെ കാണിക്കുന്നത് മനസ്സിൽ പതിയുന്നു. എന്താണ് ചെയ്യേണ്ടതെന്ന്. നമ്മുടെ നാട്ടില് കഴിച്ചുപോയ സന്താനങ്ങളെ നമ്മളെ ഉപദേശിച്ച് വൃത്തിയാക്കുന്നില്ലേ നല്ല രീതിയിൽ നടത്താനുള്ള. അപ്പൊ അത് ഈ അച്ഛൻ്റെയും അമ്മയുടെയും ഒരു നിയന്ത്രണം ഉണ്ടെങ്കിൽ തെറ്റിപ്പോയ മക്കളും ശരിയായി വരികയുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിനു വേണ്ടി ഭഗവാൻ ഈ വ്യക്തിയിൽ ഒരു അനുഗ്രഹം ചൊരിയുന്നു. ഇപ്പൊ ഇത് നമ്മുടെ ഭാഗവതത്തിൽ പറയുന്ന ശ്ലോകമുണ്ട്. എല്ലാവരുടെയും ശരീരത്തിൽ ഭഗവാൻ വസിക്കുന്നുണ്ട്. ആ ഭഗവാന്റെ ഭഗവാനിന് നിയന്ത്രണം ഇല്ലെങ്കിൽ, അല്ലെ ഭഗവാനെ വിചാരിക്കാതെ വരുമ്പോഴാണല്ലോ മായയൊക്കെ പിടിക്കുന്നത്. അപ്പൊ അതിനകത്ത് പറയുന്ന ഒരു ശ്ലോകം 15-ാം അധ്യായത്തിൽ 15-ാം ശ്ലോകം പറയുന്നുണ്ട്. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതിർജ്ഞാനം അപോഹനം ച വേദൈശ്ച സർവൈരഹമേവ വേദ്യോ വേദാന്തകൃത് വേദവിദേഹചാഹം. അപ്പൊ ഈ ശ്ലോകത്തിന്റെ അർത്ഥത്തിൽ പറയുന്നത്, അതിന്റെ അർത്ഥം പറയുന്നത്, സർവ്വജീവികളുടെയും ഹൃദയത്തിൽ ഞാൻ വാഴുന്നു, സ്മരണയും ജ്ഞാനവും മറവിയും എന്നിൽ നിന്നാണ് ഉണ്ടാകുന്നത്. എല്ലാ വേദങ്ങളിലൂടെയും അറിയേണ്ടത് എന്നെ തന്നെയാണ്. വേദാന്തം ഉണ്ടാക്കിയതും വേദങ്ങളെ അറിയുന്നതും എല്ലാം ഞാൻ തന്നെയാണ്. അപ്പൊ ഇതിനകത്ത് ഭഗവാൻ തന്നെ പറയുന്നു, നമ്മുടെ ശരീരത്തിലൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഭഗവാൻ ഉണ്ട്. ആ ഭഗവാൻ നിർദ്ദേശിക്കുന്ന മാതിരിയാണ് എല്ലാം നടക്കുന്നത്. അതായത് ഭഗവാന്റെ ഈ നമുക്കുണ്ടാകുന്ന സ്മരണയും ജ്ഞാനവും മറവിയും എല്ലാം ഭഗവാൻ തന്നെയാണ് തരുന്നത്. അങ്ങനെ ഭഗവാന്റെ അല്പനേരത്തേക്കുള്ള ആ നമ്മളോടുള്ള നമുക്ക് തന്ന മറവി കാരണത്താൽ ആണ് നമ്മൾ ഭൗതിക ലോകത്തിൽ ഇങ്ങനെ ചുറ്റിപ്പെടേണ്ടതായിട്ട് വന്നത്. അതാണ് പറയുന്നത്. പരമാത്മാരൂപേണ സർവ്വഹൃദയങ്ങളും സ്ഥിതി ചെയ്യുന്നുണ്ട്. എല്ലാ കർമ്മങ്ങളും അദ്ദേഹത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. തന്റെ മുൻജന്മ സംഭവങ്ങളെ ജീവാത്മാവ് മറന്നുപോകുന്നു. അപ്പൊ അങ്ങനെ മറന്നുപോയി കഴിയുമ്പോൾ മുൻ സംഭവങ്ങളെ മറന്നുപോകുന്നു. അതൊരു അനുഗ്രഹമില്ലേ? അല്ലെ നമുക്ക് പണ്ടത്തെ കാര്യം ഓർമ്മയുണ്ടെങ്കിൽ, കഴിഞ്ഞ ജന്മത്തെ കാര്യം ഓർമ്മയുണ്ടെങ്കിൽ ഇന്ന് എന്തെല്ലാം സംഭവിക്കുമായിരുന്നു. അപ്പൊ ഇതാണ് പറയുന്നത്, ഭഗവാൻ
നമ്മളെ ഓരോരുത്തരുടെയും ശരീരത്തിൽ അല്ലെങ്കിൽ ഹൃദയത്തിൽ വസിക്കുന്നുണ്ട്. ഈ നമുക്ക് നേർവഴിക്ക് നടത്തുന്നതും ഭഗവാനാണ്, വഴിതെറ്റി വിടുന്നതും ഭഗവാൻ തന്നെയാണ്. അങ്ങനെ വഴിതെറ്റിപ്പോയ വ്യക്തികളെ ഭഗവാൻ വീണ്ടും അദ്ദേഹത്തിന്റെ ധാമത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു അനുഗ്രഹം ഈ വഴിതെറ്റിപ്പോയ ആത്മാവിനെ കൊടുക്കുന്നുണ്ട് ഭഗവാൻ. അപ്പോഴാണ് നമുക്ക് ഭൂതോദയം ഉണ്ടാകുന്നത്. അതായത് ഈ മായയിൽ നിന്ന് മാറണമെന്നും ഈ ഭൗതികമായ സുഖസൗകര്യങ്ങളൊക്കെ വെടിയണമെന്നും ഭഗവാന്റെ ആശ്രിതനായി കഴിയണമെന്നും ഒക്കെ നമുക്കുണ്ടാകുന്ന ആ ഒരു വിചാരം, അത് ഭഗവാന്റെ ഇതുവരെ ഭഗവാന്റെ ഒരു അനുഗ്രഹം ഉണ്ടാകുന്നില്ലോ, അത് നമുക്ക് ഉണ്ടാകാറില്ല. അപ്പൊ അങ്ങനെ നമ്മൾ ഈ വഴിതെറ്റിക്കൊണ്ടിരിക്കുന്നവർക്ക് നേർവഴിക്ക് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് പോകാൻ തുടങ്ങുന്നു. ആ സമയം മുതൽ നമ്മൾ ഭഗവാനെ ചിന്തിക്കാൻ തുടങ്ങും. ഭഗവാന്റെ അനുഗ്രഹം കിട്ടുന്നതിന് വേണ്ടി എന്തെല്ലാം ചെയ്യാവോ? പ്രധാനമായി ചെയ്യേണ്ടത് ഭൗതികമായ ചിന്തകളെ മാറ്റുക, ഭൗതിക വിചാരങ്ങളെ മാറ്റുക. ഭൗതിക വിചാരങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ആ ഭൗതിക വിചാരങ്ങളൊക്കെ മാറ്റിയെടുത്ത് കഴിയുമ്പോൾ ഭഗവാനിലോട്ട് നമുക്ക് തിരിയാൻ പറ്റും. എങ്കിലേ ഭഗവാനിൽ നിന്നും അനുഗ്രഹം ഉണ്ടാകും. അങ്ങനെ പിന്നീട് ഭഗവാനെ സേവിക്കുകയാണെങ്കിൽ ആ ഭഗവാനെ, നമ്മുടെ ഉള്ളിലുള്ള ഭഗവാനെ തിരിച്ചറിയുന്ന വ്യഗ്രതയാണ് ഈ ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. നമ്മുടെ ആത്മാവ് ആരാണെന്നും നമ്മുടെ ശരീരം എന്താണെന്നും ഭഗവാൻ നമ്മളുമായിട്ടുള്ള ബന്ധം എന്താണെന്നും ഒക്കെ തിരിച്ചറിയുന്നതിനെയാണ് ഈ ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. അപ്പോ ആത്മസാക്ഷാത്കാരം കിട്ടി കഴിഞ്ഞെങ്കിലേ നമുക്ക് വീണ്ടും നമ്മുടെ ഭൗതിക കാര്യങ്ങളൊക്കെ മാറ്റി നമുക്ക് ഭഗവാന്റെ, നമ്മുടെ സ്വന്തം, നമുക്ക് സ്വന്തമുള്ള സ്വരൂപത്തിലുള്ള കർത്തവ്യം ചെയ്യാൻ നമുക്ക് ഭഗവാന്റെ അടുത്ത് പോകാൻ സാധിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് ഈ സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും ഉള്ളത്, സ്ഥൂല ശരീരം നമ്മളിൽ നിന്ന് വിട്ടു പോയതിനു ശേഷം നമ്മുടെ ആത്മാവുകൾ എവിടെ പോകുന്നു എന്നുള്ളത് തീരുമാനിക്കാൻ നമ്മുടെ ഈ സ്ഥൂല ശരീരത്തിൽ കൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തികളുടെ ഗുണങ്ങൾ നോക്കിയാണ്. ഏത് വിധത്തിൽ പ്രവർത്തിച്ചോ, അടുത്ത ഒരു ശരീരം കിട്ടണമെങ്കിൽ, നല്ല ശരീരം കിട്ടണമെങ്കിൽ, അതായത് ഭഗവാന്റെ അടുത്ത് പോവുക, അല്ലെങ്കിൽ നമുക്ക് ഈശ്വരനെ വിളിക്കാനുള്ള സൗകര്യത്തോടു കൂടിയ ഒരു ശരീരമോ കിട്ടണമെങ്കിൽ ആദ്യം ഉണ്ടായിരുന്ന ആ സ്ഥൂല ശരീരം ഉപയോഗിച്ച് നമ്മൾ ചെയ്യേണ്ട പ്രവർത്തികളൊക്കെ നല്ല വിധത്തിൽ ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ സാധിക്കൂ എന്നാണ് പറയുന്നത്. അപ്പം ആത്മസാക്ഷാത്കാരം കിട്ടിക്കഴിയുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ഒരു അറിവ്, തിരിച്ചറിവ് ഉണ്ടാകുന്നത്. എങ്ങനെ അടുത്ത ജന്മം വേണോ, അടുത്ത ജന്മം വേണമെങ്കിൽ തന്നെ ഏത് വിധത്തിലുള്ള ഒരു ജന്മമായിരിക്കും കിട്ടേണ്ടത്, എങ്ങനെയൊക്കെ വിചാരിക്കാൻ കഴിവ് നമ്മുടെ ആത്മാവിനുണ്ട്. അപ്പൊ ആത്മസാക്ഷാത്കാരം കിട്ടി ആത്മാവിനെ നമ്മൾ മനസ്സിലാക്കിയതിനു ശേഷം ഭഗവാനുമായിട്ടുള്ള ബന്ധം ഏത് വിധത്തിൽ തുടരണം, അല്ലെങ്കിൽ നമ്മുടെ സ്വരൂപത്തിൽ എത്താൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഭഗവാനുമായിട്ടുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുമ്പോൾ അതിനുള്ള പ്രതിവിധികളൊക്കെ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഇപ്പോഴും ഭൗതികതയിൽ ജീവിക്കുമ്പോഴോ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്തൊക്കെയാണോ അതിൻ്റെ തുലനം ചെയ്തിട്ടാണ് നമുക്ക് അടുത്ത ജീവിതം കിട്ടുന്നത്. അപ്പൊ അടുത്ത ജീവിതം കിട്ടണമെങ്കിൽ നമ്മുടെ ഈ സ്ഥൂല ശരീരം ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ പറയുന്ന പ്രവൃത്തി ആത്മീയമായിട്ടുള്ള പ്രവർത്തനം നടത്തണോ, അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള പ്രവർത്തനമോ നടത്തണോ, ഇതൊക്കെ നമ്മൾ ചിന്തിച്ച് ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ അത് ചെയ്യാനുള്ള പ്രേരണ തരുന്നത് ഭഗവാൻ, നമ്മുടെ ശരീരത്തിൽ ഉൾക്കൊള്ളുന്ന ഭഗവാൻ തന്നെയാണ്, നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന ഭഗവാൻ തന്നെയാണ്. അതിനുള്ള പ്രേരണ തരുന്നതും ആത്മാവാണ് പ്രവർത്തിക്കുന്നതും. ശരീരം കൊണ്ട് നമ്മൾ പ്രവർത്തിച്ചിരുന്നെങ്കിലും അതിന്റെ പ്രേരണ തരുന്നത് ഭഗവാനാണ്. അപ്പൊ ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യം വേറെ പറയുന്നുണ്ട്. നമ്മളെ ബദ്ധാത്മാക്കളാണ്. ബദ്ധാത്മാക്കൾ മുക്തരായി മാറണം. അപ്പൊ മുക്തരാകണമെങ്കിൽ നമ്മുടെ ആ ബദ്ധത എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അറിവില്ലാതെ ചുറ്റിക്കറങ്ങുന്ന കാര്യമാണ് ബദ്ധത. ആ ബദ്ധത എന്ന് പറയുമ്പോൾ മറ്റേ ഇപ്പൊ പറഞ്ഞത് തന്നെ മായയിൽ ഒഴുകിപ്പോയി നമുക്ക് മറ്റു കാര്യങ്ങളൊന്നും അറിയാതുള്ള അതിന് മുക്തി ഉണ്ടാകണം. മുക്തി ഉണ്ടാകണമെങ്കിൽ ഈശ്വര പ്രാർത്ഥന, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിൽ അത് നമുക്ക് മുക്തി നേടാനാകും എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്.
ശരിക്കും ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് ഭൗതികമായിട്ടുള്ള ആ താല്പര്യങ്ങൾ വിട്ടുകഴിയുമ്പോൾ വിടുന്നതിനെയാണ് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. ദൈവീകമോ ആത്മീയമായ ജീവിതം സ്വീകരിക്കുന്നതിലൂടെ പൂർണ്ണമായ ആത്മസാക്ഷാത്കാരം സാധ്യമാകുന്നു എന്നാണ് ഇതിനർത്ഥം. ആത്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ദൈവികമോ ആത്മീയവുമായ ജീവിതം സ്വീകരിക്കുന്നതിലൂടെ പൂർണ്ണമായ ആത്മസാക്ഷാത്കാരം സാധ്യമാകുന്നു. നമ്മളിപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ആത്മീയമായ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. അതായത് ഭഗവത്ഗീത, ഭാഗവതം തുടങ്ങിയ ഗ്രന്ഥങ്ങൾ പഠിക്കുകയും അത് പഠിച്ചത് എടുക്കുന്നത് മറ്റുള്ളവർ കൂടി പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യം ആത്മീയമായിട്ടുള്ള ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പം ഈ ആത്മസാക്ഷാത്കാരം ലഭിച്ചെങ്കിലും ഭഗവാന്റെ അനുഗ്രഹം കൂടെ ഉണ്ടെങ്കിൽ തന്നെ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള പ്രവർത്തികളൊക്കെ ചെയ്യാനുള്ള അവസരം കിട്ടൂ. ഈ ആത്മസാക്ഷാത്കാരത്തെ പറ്റി പിന്നെയും പറയുന്നുണ്ട്. ആത്മസാക്ഷാത്കാരം എന്നാൽ സ്ഥൂലവും സൂക്ഷ്മമായ ശരീരങ്ങളുടെ ആവശ്യങ്ങളോട് നിസ്സംഗത പുലർത്തുക, പ്രവർത്തനങ്ങളിൽ ഗൗരവം കാണിക്കുക. ഇതാണ് നമ്മുടെ പുസ്തകത്തെ പറയുന്നത്, നമ്മുടെ ഭാഗവതം പറയുന്നത്. ആത്മസാക്ഷാത്കാരം എന്നാൽ സ്ഥൂലവും സൂക്ഷ്മമായ ശരീരങ്ങളുടെ ആവശ്യങ്ങളോട് നിസ്സംഗത പുലർത്തുക. നിസ്സംഗത എന്ന് പറഞ്ഞാൽ സ്ഥൂലവും സൂക്ഷ്മവും ആയ ശരീരം, അതായത് നമ്മുടെ ആത്മാവിനെ വിട്ടിട്ടുള്ള ശരീരം, ആ ശരീരം സ്ഥൂല ശരീരത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി, അതിന്റെ വളർച്ചയ്ക്ക് വേണ്ടി മാത്രം ശ്രദ്ധിക്കാതെ നിൽക്കുന്നതിനെയാണ് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. അതായത് സ്ഥൂല ശരീരത്തിന് പല ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങൾ നമുക്കെല്ലാം മുമ്പേ പറഞ്ഞതാണ്. ആവശ്യങ്ങളൊക്കെ ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയ സന്ദർപ്പണം, നമുക്ക് ഇന്ദ്രിയങ്ങൾ, നമുക്ക് തന്നിട്ടുള്ള ഇന്ദ്രിയങ്ങളുടെയൊക്കെ ആവശ്യങ്ങൾ നമുക്കറിയാമല്ലോ. എന്തെല്ലാം ആവശ്യങ്ങളുണ്ട് ഇന്ദ്രിയങ്ങൾ. ആഹാരമായാലും ശരി, സുഖസൗകര്യങ്ങൾ, ഇങ്ങനെ ഭൗതികമായ സുഖസൗകര്യങ്ങൾ തേടുക, ഇതൊക്കെ ആണ് ഈ ഇന്ദ്രിയങ്ങളുടെ, അതായത് നമ്മൾ വേണ്ടാന്ന് പറഞ്ഞ് പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്ദ്രിയങ്ങൾ ചിലപ്പോൾ പ്രവർത്തിക്കാറുണ്ട്. ആ പ്രവർത്തനത്തിൽ നിന്ന് മാറ്റി നിർത്തി അതിനോടുള്ള നിസ്സംഗത കാണിക്കുക. ആത്മാവിനോടുള്ള ഭൗതികമായിട്ടുള്ള, അതായത് ശാരീരിക സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളോടും നിസ്സംഗത കാണിക്കുക. അതുപോലെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളുടെ ഒക്കെ ശ്രദ്ധിക്കുക. ആത്മീയ കാര്യങ്ങൾ നമുക്കറിയാമല്ലോ, ഭഗവാന്റെ സേവ തന്നെയാണ് ആത്മീയ കാര്യത്തിൽ പ്രധാനം. അതുപോലെ പല കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓരോ യുഗങ്ങളിലും ഓരോ വിധത്തിലുള്ള ആത്മീയത നമ്മൾ നടത്തിക്കൊണ്ടിരുന്നു. ഓരോ യുഗത്തിലും 4 യുഗങ്ങളിലും ഉണ്ടായിരുന്നു. സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഈ യുഗങ്ങളിലൊക്കെ തന്നെ നമ്മുടെ ആത്മീയ സംതൃപ്തിക്ക് വേണ്ടി നമ്മൾ ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ആ സത്യയുഗത്തിൽ ഏത് വിധത്തിലായിരുന്നു പ്രാർത്ഥന നടത്തിക്കൊണ്ടിരുന്നത്? അന്ന് നമ്മൾ എല്ലാവരും തന്നെ തപസ് ചെയ്യുമായിരുന്നു. ധ്യാനം, തപസ് ചെയ്ത് വർഷങ്ങളോളം. അന്ന് നമുക്ക് ഈ വർഷങ്ങൾ, നമ്മുടെ ആയുസ് കൂടുതലായിരുന്നു. ആ സമയത്ത് ആയുസ് കൂടുതലുള്ള സമയത്ത് കൂടുതൽ കാര്യങ്ങൾ നടത്തേണ്ടതായിട്ട് വരും. അങ്ങനെ വർഷങ്ങളോളം 10,000 വർഷം, 20,000, 60,000 വർഷമൊക്കെ ചിലർ തപസ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ അന്നത്തെ സത്യയുഗത്തിൽ ഉണ്ടായിരുന്ന ആത്മീയമായ ബോധം കിട്ടണമെങ്കിൽ തപസ്സായിരുന്നു. പിന്നെ വന്നപ്പോൾ ത്രേതായുഗത്തെ യജ്ഞങ്ങളും മറ്റുമാണ് നടത്തിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ദ്വാപരയുഗം വന്നപ്പോൾ നമ്മള് അമ്പലങ്ങളിൽ പ്രാർത്ഥിക്കുക, വിഗ്രഹാരാധന, ഇതായിരുന്നു പ്രധാനം. പക്ഷെ അപ്പോഴത്തേക്ക് നമ്മുടെ ആയുസ്സും കുറഞ്ഞുകൊണ്ടിരുന്നു. ഇന്ന് നമുക്ക് 100 വർഷമാണ് കിട്ടുന്നത് ഈ നമുക്ക് ജീവിതത്തിൽ തന്നെ. അപ്പൊ അതിനകത്ത് പകുതി തന്നെ നമ്മൾ ഉറങ്ങിക്കഴിയുന്നുണ്ട്. ബാക്കി നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ചെലവഴിക്കുന്നു. ഭഗവാന്റെ കാര്യം നോക്കാൻ നമുക്ക് സമയമില്ല എന്നാണ് പറയുന്നത്. അതിനാൽ നമുക്ക് പെട്ടെന്നും കാര്യം സാധിക്കാൻ വേണ്ടി ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ കാര്യം നമുക്ക് ചൈതന്യ മഹാപ്രഭു തന്നിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ കൂടെ നമുക്ക് ഇപ്പോൾ ഭഗവാന്റെ ആത്മീയമായ ജീവിതം നയിക്കാൻ പറ്റും. അപ്പൊ ആ ചൈതന്യ മഹാപ്രഭു തന്നിട്ടുള്ള ആ ഹരേ കൃഷ്ണ മഹാമന്ത്രം മാത്രം മതി ഇന്നത്തെ ഈ കലിയുഗത്തിൽ നമുക്ക് ഈ എല്ലാ വിധത്തിലുള്ള ആത്മീയതയും നേടാൻ എന്നാണ് പറയുന്നത്. അതനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ സാധിക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ
ഈ ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് ഭൗതിക ശരീരത്തിൽ നിന്ന് വേണ്ടുന്ന കാര്യങ്ങളിൽ നിന്നുള്ള നിസ്സംഗത കാണിക്കുക. അപ്പൊ നമുക്ക് ആത്മീയതയിലോട്ട് പോകാൻ പറ്റും. ആത്മീയതയാണല്ലോ നമുക്ക് ആവശ്യം. ആ ആത്മീയ പിന്നെ ഈ ആത്മീയത നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആർക്കെങ്കിലും ചില കുഴപ്പങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. നമ്മൾ പിന്നെയും ഭൗതികമായിട്ടുള്ള വിചാരങ്ങളിലൊക്കെ കിടക്കുന്നുണ്ട്. അങ്ങനെ ആവുകയാണെങ്കിൽ പിന്നെ അത് പ്രശ്നമാണ്. ഭൗതികമായിട്ടുള്ള ചിന്തകളിൽ ആത്മീയത നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഭൗതികമായി ചിന്ത വന്നു കഴിഞ്ഞാൽ അത് പിന്നെയും നമ്മൾ ജന്മം എടുത്തുകൊണ്ടിരിക്കണം. ഈ നരക ജീവിതം നയിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെയൊക്കെ മാറിപ്പോകും. അങ്ങനെ വരാൻ പാടില്ല എന്നും പറയുന്നുണ്ട്. എന്തായാലും ശരി, നമുക്ക് ആത്മീയ സാക്ഷാത്കാരം കിട്ടുമ്പോൾ യഥാർത്ഥമായ നമ്മുടെ സ്ഥാനം, നമ്മളുടെ ലക്ഷ്യബോധം ഉണ്ടാകുകയും ആ ലക്ഷ്യബോധത്തിലേക്ക് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എത്താൻ കഴിയും. അതിനു വേണ്ടുന്ന കാര്യങ്ങളും അതിനു വേണ്ടുന്ന അനുഗ്രഹങ്ങളും ഭഗവാൻ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന, അതായത് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന ഭഗവാൻ തന്നെ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ ആത്മാക്കളൊക്കെ തന്നെ ബദ്ധാത്മാക്കൾ മുക്തന്മാരായി മാറുന്നത്. അങ്ങനെ മുക്താത്മാവായതിനു ശേഷം ആത്മാവ് കൃത്യമായ രീതിയിലൊന്നും നമുക്ക് ഈ കാര്യത്തിൽ എത്താൻ പറ്റില്ല. അതായത് ആത്മസാക്ഷാത്കാരത്തിൽ കൃത്യമായി ഒന്നും എത്താൻ പറ്റുന്ന കാര്യമല്ല. അതിന് എല്ലായ്പ്പോഴും ഭഗവാന്റെ അതീന്ദ്രിയമായ ഭഗവാന്റെ വാദങ്ങളുടെ കീഴിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഈ ആത്മസാക്ഷാത്കാരത്തിലേക്ക് പ്രവർത്തിക്കാൻ സാധിക്കൂ എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ ആ ശ്ലോകത്തിൽ പറഞ്ഞത് തന്നെയാണ് ഇതിൽ വീണ്ടും പറയുന്നത്. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത് എല്ലാവരുടെയും ഹൃദയത്തിൽ താൻ ഉണ്ടെന്നും അവിടെ നിന്നും മാത്രമേ എല്ലാ അറിവും സ്മരണയും മറവിയും സംഭവിക്കുകയുള്ളൂ എന്നും ജീവജാലം ഭൗതിക ഊർജത്തിന്റെ ഭ്രമാത്മകമായ ആസ്വാദന ആയി തീരുമ്പോൾ അപ്പൊ ഭൗതിക ലോകത്തിൽ ഭൗതികമായിട്ട് പറഞ്ഞു കഴിഞ്ഞതാണ്, നേരത്തെ ഒരു പ്രാവശ്യം പറഞ്ഞു തന്നെയാണ് ഈ ശരീരം ഇങ്ങനെ മായയുടെ പിടുത്തം കൊണ്ട് മായയുടെ ബന്ധനത്തിലായി കഴിയുമ്പോൾ നമ്മുടെ ശരിയായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മാറിപ്പോകും. അങ്ങനെ പോകുമ്പോൾ പിന്നെയും നമ്മൾ ഈ കുരുക്കിൽ തന്നെ വന്ന് വീണുകൊണ്ടിരിക്കും. അങ്ങനെ ഇത് ഞാൻ കഴിഞ്ഞ പറഞ്ഞതാണ്. ഇപ്പൊ നമ്മുടെ തെറ്റായ വിശ്വാസം, തെറ്റായ വിചാരം എന്ന് വരെ മാറുന്നില്ല. തെറ്റായ വിചാരം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ശരീരം ആണ് നമ്മൾ എന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. ആ വിചാരം മാറിയെങ്കിൽ മാത്രമേ നമുക്ക് ആത്മസാക്ഷാത്കാരം സിദ്ധിക്കൂ. ഇപ്പൊ നമ്മളെ നമ്മളെ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലൊക്കെ തന്നെ നമ്മുടെ ശരീരത്തിന് വേണ്ട കാര്യങ്ങളാണ്. ശരീരം വളരുന്നുണ്ടോ, ശരീരം പുഷ്ടിപ്പെടുന്നുണ്ടോ, ശരീരത്തിന് എത്ര ബലമുണ്ട്, ശരീരത്തിലെ കൈകാലുകൾക്ക് മസിൽ, ഇപ്പൊ നമ്മള് മസിൽ ശരിയാകുന്നു, ഇതൊക്കെയാണ് നമ്മുടെ ശരീര സംബന്ധമായ കാര്യങ്ങളാണ് ഈശ്വര വിചാരമില്ലാത്തവരൊക്കെ ചെയ്യുന്നത്. അത് ഹരേകൃഷ്ണ സൊസൈറ്റിയിൽ നമ്മൾ കൂടിയതിന് ശേഷം നമ്മൾക്ക് ബോധമുണ്ടായത് ഈ ശരീരം എന്ന് പറയുന്നതല്ല നമ്മൾ ആത്മാക്കളാണെന്നും ആത്മാവിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കേണ്ടതെന്നും ആത്മീയ സുഖസൗകര്യമാണ് നേടേണ്ടതെന്നും നമുക്ക് ആനന്ദം കിട്ടണമെങ്കിൽ ആത്മാവിന്റെ സംതൃപ്തി ഉണ്ടാകണം എന്നൊക്കെ നമ്മൾ ഈ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിൽ വന്നതിന് ശേഷമാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ അങ്ങനെ ചിന്തിക്കാത്തവര് വീണ്ടും ഈ ശരീര സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങളും ഇന്ദ്രിയങ്ങളുടെ സംതൃപ്തിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളും ഒക്കെ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അതിൽ നിന്നൊക്കെ മോചനം വരണമെങ്കിൽ ഈ ശരീര സംബന്ധമായ അല്ലെങ്കിൽ ഭൗതികമായ കാര്യങ്ങളൊക്കെ വിട്ടുകളഞ്ഞിട്ട് ആത്മീയമായ കാര്യങ്ങളിലോട്ട് വരണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ആത്മീയ കാര്യങ്ങളിൽ നമ്മൾ ഉയർന്നു കഴിയുമ്പോൾ നമുക്ക് അടുത്ത നമ്മുടെ ലക്ഷ്യത്തിൽ ഭഗവാന്റെ ദാസന്മാരായി ജീവിക്കണം എന്നുള്ള തോന്നലുണ്ടാകും. അതുപോലെ തന്നെ കഴിയുന്നതും ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഭഗവാന്റെ പദത്തിൽ തന്നെ, അതായത് ഭഗവാന്റെ ധാമത്തിൽ തന്നെ എത്താനും സാധിക്കും. ഇതൊക്കെയാണ് ഈ ശ്ലോകം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ആത്മസാക്ഷാത്കാരം കൊണ്ട് ഭക്തി വളർത്തുക.
ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് എന്താണ്? ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇത്രയൊക്കെ ഈ ശ്ലോകത്തെ പറ്റി പറയാനുള്ളത്. കൂടുതലായിട്ട് ഇനിയും ഈ ശ്ലോകത്തെ പറ്റി പറയാൻ ഇത്രയൊക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. നിർത്താമല്ലോ. ആരെങ്കിലും ഉണ്ടോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ആ, എന്തെങ്കിലും ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. എന്റെ തെറ്റായാലും ശരി, അത് തിരുത്താം. ഞാൻ പറഞ്ഞിട്ടില്ലാത്തത് കൂടുതൽ എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് പറയാം. എന്നെങ്കിലും നമ്മുടെ ഒരു ക്ലാസ്സിന് പൂർണ്ണത ഉണ്ടാവുകയും. ഹരേ കൃഷ്ണ. നന്ദി പ്രഭുജി, വളരെ നന്ദി. ഹരേ നല്ല കൃഷ്ണ. ക്ലാസ്. താങ്ക് യു പ്രഭു. താങ്ക് യു. ഹരേ കൃഷ്ണ. നന്ദി പ്രഭുജി. പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭു, നല്ല ക്ലാസ് ആയിരുന്നു പ്രഭു. ഹരേ കൃഷ്ണ. പിന്നെ എല്ലാവർക്കും വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യോ പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ. സിന്ധു ജലധർ. ഹരേ കൃഷ്ണ. നമ്മുടെ പഴയ ഒരു ഭക്തയാണല്ലോ സിന്ധു ഹരേ ജലധർ. കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭുജി. നല്ല ക്ലാസ് ആയിരുന്നു പ്രഭു. നല്ല പ്രഭാഷണമായിരുന്നു പ്രഭുജി. വളരെ സന്തോഷം കേട്ടതില്. ഹരേ കൃഷ്ണ. ക്ലോസ് ചെയ്യട്ടെ പ്രഭു. ശരി മാതാജി. ഹരേ കൃഷ്ണ.